ഗായ്സ്, എല്ലാവർക്കും സബ്ദാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ തയ്യാറാക്കാൻ പോകുന്ന അടിപൊളിയായ കുഴിമന്തി റെസ്റ്റോറൻറ്റ് ഇതുപോലെ തന്നെ വീട്ടിലും തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. 1 കിലോ ബസ്മതി റൈസ് നന്നായി കഴുകിയതിന് ശേഷം അരമണിക്കൂർ കുതിർത്താൻ വെക്കുക. 1 കിലോ ചിക്കൻ സ്കിന്നോടെ വേണം 4 തവണ അത് വൃത്തിയായി കഴുകുക. അത് മറ്റൊരു പാനിലേക്ക് വയ്ക്കുക. അതിനുശേഷം മന്തിക്കുള്ള മസാല തയ്യാറാക്കാം. ആദ്യം ഒരു പ്ലേറ്റിലേക്ക് ജീരകവും കുരുമുളകും പൊടിച്ചത്, ഏലക്ക, വെളുത്തുള്ളി പേസ്റ്റ്, ക്യാപ്സിക്കോ, എരിവിനനുസരിച്ച് പച്ചമുളകും പുതിനയും മാറ്റിവെക്കുക. അതിനുശേഷം മസാല പിടിക്കാൻ വേണ്ടി ചിക്കനിലെല്ലാത്തിലും ഹോള് കൊടുക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റിവെച്ച ക്യാപ്സിക്കോ, പച്ചമുളക്, പുതിന, വെളുത്തുള്ളി പേസ്റ്റ്, കുരുമുളക് ജീരകം പൊടിച്ചതും അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് ചിക്കൻ മാഗീസ് ക്യൂബാണ്. ഇതിനുള്ളിൽ 2 എണ്ണം ഉണ്ടാകും. കുഴിമന്തിക്ക് ഇത് പ്രധാനമാണ്. നന്നായി പൊടിച്ചെടുക്കുക. ഇതിൽ സോൾട്ട് ഉണ്ട്. അതിനുശേഷം ചിക്കൻ മസാല അതിലേക്ക് ചേർത്ത് കൊടുക്കുക. 1 സ്പൂൺ. അതിനുശേഷം ആവശ്യാനുസരിച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുക. പച്ചമല്ലി 2 സ്പൂൺ അരച്ചതും അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് സൺഫ്ലവർ ഓയിൽ അതിലേക്ക് ചേർക്കുക. വെളിച്ചെണ്ണ ഒഴിക്കാൻ പാടില്ല. അതിനുശേഷം ഇതെല്ലാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അരമണിക്കൂർ അത് അടച്ചു വയ്ക്കുക. അരി വേവിക്കാനുള്ള വെള്ളം ഗ്യാസിലേക്ക് വയ്ക്കുക. അരമണിക്കൂറായി നമ്മുടെ മസാല പുരട്ടിയ ചിക്കൻ ഗ്യാസിലേക്ക് വയ്ക്കുക. ഇത് വേവാൻ അരമണിക്കൂർ ആവശ്യമുണ്ട്. 10 മിനിറ്റ് കഴിയുമ്പോൾ അത് അടിമറിച്ച് ഇട്ടുകൊണ്ടേ ഇരിക്കുക, മസാല പിടിക്കുന്നത് വരെ. നല്ല മണം വന്നിട്ടുണ്ട്. അടുത്ത് നമുക്ക് റൈസിനുള്ളത് നോക്കാം. ഒരു പ്ലേറ്റിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, കുരുമുളക്, മല്ലി, ഉണക്ക നാരങ്ങ 1 ലീഫും മാറ്റി വയ്ക്കുക. അതിനുശേഷം വെള്ളം നന്നായി തിളച്ചാൽ അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചതെല്ലാം ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 1 മൂടി സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ മാറ്റിവെച്ച ബസ്മതി റൈസും അതിലേക്ക് ചേർക്കുക. ആവശ്യമനുസരിച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുക. നമ്മുടെ ചിക്കൻ മസാല പിടിക്കാൻ വേണ്ടി നമുക്ക് വീണ്ടും മറിച്ചിടാം. അതിനുശേഷം അരി വാരിയെടുക്കുക. അതിലത്തെ വെള്ളം പോകുന്നവരെ വയ്ക്കുക. നമ്മൾ റൈസ് ഇവിടെ തയ്യാറായിരിക്കുന്നു. ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുക. മറ്റൊരു പ്ലേറ്റിലേക്ക് ചിക്കൻ പീസ് സെർവ് ചെയ്യാം. അതിനുശേഷം ആ മസാലകൾ റൈസിലേക്ക് ചേർക്കുക. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. കുഴിമന്തീൻ്റെ ഏറ്റവും ടേസ്റ്റ് എന്ന് പറയേണ്ടത് ഈ മസാലകളാണ്. അത് കാരണം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം നന്നായി ചേരുന്നവരെ നന്നായി മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റിവെച്ച ചിക്കൻ പീസ് അതിലേക്ക് ചേർക്കുക. അങ്ങനെ നമ്മുടെ അടിപൊളിയായ കുഴിമന്തി ഇവിടെ തയ്യാറായിരിക്കുന്നു. അതിനുശേഷം ഇത് മറ്റൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ചെയ്യാൻ മറക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.